ഒരു മുദരിസായ ഒരാൾ ഒരു മസ്അല തൻ്റെ നൂറുകണക്കിന് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് മുദരിസായ ഉസ്താദിന്റെ ഇൽമ് നാഫിയാവുന്നു എന്നുള്ളതാണ്. ഉപകാരപ്രദമായ ഇൽമാകുന്നു. ഒന്ന്. രണ്ട്, ലിഅന്ന തഅലീമൽ ഇൽമി സ്വദഖത്തുൻ ജാരിയ, ശിഷ്യന്മാർക്ക് ഇൽമ് ഹാൻഡ് ഓവർ ചെയ്യുക, കൈമാറുക എന്ന് പറയുന്നത് ജാരിയായ സ്വദഖയാണ്. മൂന്ന്, ശിഷ്യന്മാര് മുഴുവനും ഉസ്താദിന്റെ സ്വാലിഹീങ്ങളായ മക്കളുടെ സ്ഥാനത്താണ്. ഇത് മൂന്നുമാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ബാക്കിയാവുക. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ തീർന്നല്ലോ എല്ലാം. ഇല്ലാ മിൻ സലാസ്, മൂന്നെണ്ണൊഴികെ, ജാരിയായ സ്വദഖ, നാഫിയായ ഇൽമ്, സ്വാലിഹീങ്ങളായ മക്കൾ. ഇത് മൂന്നും ഒറ്റയടിക്ക് കിട്ടുന്ന ലോകത്തെ ഏതെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ മുദരിസാവൽ പരിപാടി. പക്ഷെ ഒരു മുദരിസ് ഉസ്താദ്, ഒരു മദ്രസ മുഅല്ലിം, ഒരു ഇൽമ് പറയുന്ന ഒരാൾ ഒരു ഇൽമ് പറഞ്ഞു കൊടുക്കലോടുകൂടി ഉസ്താദിന്റെ ഇൽമ് നാഫിയായി. ഒന്ന്. രണ്ട്, ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഇൽമ് പണം നൽകുന്നതിനേക്കാൾ വലിയ ജാരിയായ സ്വദഖയായി. മൂന്ന്, ശിഷ്യന്മാര് ഉസ്താദിന് സ്വാലിഹീങ്ങളായ മക്കളുടെ സ്ഥാനത്തായി. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇത് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ ഇൽമിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അളമുഹ, ഒന്നാമത്തെ വലിയ വകുപ്പ് സ്വന്തം മുദരിസാവുക, അല്ലെങ്കിൽ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആളാവുക. ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ഒന്ന്. രണ്ടാമത്തത്, ഇൽമിനെ സഹായിക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വദഖ എന്ന് പറഞ്ഞല്ലോ. ഇൽമിനെ സഹായിക്കുന്നതിന്റെ രണ്ടാമത്തെ ആശയം ഗായത്തുൽ കമാൽ ഫി അഫ്ളലിൽ അഅ്മാൽ എന്ന കൻസുൽ ഉമ്മാലിന്റെ മുസന്നിഫ് പറയുന്ന രണ്ടാമത്തെ ആശയം ഒരു മുതഅല്ലിമിന് കിതാബ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മുദരിസിനോ ഒരു മുഅല്ലിമിനോ ഒരു മുതഅല്ലിമിനോ കിതാബ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുത്തുബ്ഖാനയിലേക്ക് ഒരു കിതാബ് വഖഫ് ചെയ്യുക, വാങ്ങിക്കൊടുക്കുക. കണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് പ്രസംഗത്തിൽ ഉസ്താദ് ഏതോ ഒരു കിതാബ് പറഞ്ഞിട്ടില്ലേ, ആ കിതാബ് മോൻ്റെ അടുത്തുണ്ടോ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അടുത്തുണ്ടോ? വയല് പറഞ്ഞ ഉസ്താദ് പോയി, ഇല്ല, ആ ഉസ്താദിന് ആവശ്യമുണ്ടോ? ഞാൻ വാങ്ങിത്തരാം. ആകെ ഒരു 500 രൂപ ഉണ്ടാവുള്ളൂ. ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്വതക്കയായിരിക്കും അത്. ഒരു കിതാബ് ഇൽമിൻ്റെ അഹ്ലുകാർക്ക് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ വല്ല കുത്തുബ്ഖാനയിലും വഖഫ് ചെയ്യുക എന്നുള്ളത്. രണ്ട്. തീർന്നില്ല. ഇൽമിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത്, നേരത്തെ പറഞ്ഞ ഗായത്തുൽ കമാൽ ഫി അഫ്ളലിൽ അഅ്മാൽ പറയാ. മൂന്നാമത്തെ കാര്യം, ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ഈ കിതാബ് വാങ്ങിക്കൊടുക്കാനും മറ്റൊന്നും നിനക്ക് കഴിയുന്നില്ല, സ്വന്തം മുദരിസാവാനും കഴിയുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, ഒരു പേപ്പറോ ഒരു പേനയെങ്കിലും വാങ്ങിക്കൊടുക്കുക. ഒരു മുത്തഅല്ലിം തുഹ്ഫന്റെ ക്ലാസ്സിൽ നോട്ട് ചെയ്യുന്ന ഒരു 100 പേജ് 200 പേജ് അല്ലെങ്കിൽ ഒരു കോളേജ് നോട്ട് വാങ്ങിക്കൊടുക്കുക, ഒരു പേന വാങ്ങിക്കൊടുക്കുക. അത് തന്നെ മതി നമുക്ക് രക്ഷപ്പെടാൻ. ഇൽമിനെ സഹായിക്കുന്ന അത്ര പ്രതിഫലം ലോകത്ത് വേറൊന്നിനും ഉണ്ടാവില്ല. കാരണം ഇൽമു പഠിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള കാര്യം ലോകത്ത് ഏതുണ്ട്? ഒന്നുമില്ലല്ലോ. അത് തന്നെയല്ലേ ഏറ്റവും വലുതെന്ന് സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. കണ്ടോ? അപ്പൊ നമ്മളും ഇൽമു പഠിക്കുന്ന ആളാവണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ. ഇൽമുമായി എപ്പോഴും നമുക്ക് ബന്ധം ഉണ്ടാവണം. ഇൽമുമായി ബന്ധം ഇല്ലാതിരുന്നാൽ നമ്മൾ വേഗം കേടുവരും. ബിദ്അത്തിന്റെ ശാഖ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അത് വരാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തണം. ഓൺലൈനിലും ഓഫ്ലൈനിലും എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് നമ്മുടെ ഉസ്താദുമാർ സെറ്റ് ചെയ്തത്. ഇവിടെ തന്നെ ദർസ് സംവിധാനങ്ങളുണ്ട്. സാധാരണക്കാരായ മുഅ്മിനാത്തുകൾക്ക് സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റൗലത്തുൽ ഖുർആൻ ഉമ്മമാർക്കുണ്ട്, അസ്സുഫ ദർസ് ഉപ്പമാർക്കുണ്ട്. ഇനി ഇവിടെ അത് സജീവമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ സജീവമാക്കി കൊണ്ടുവന്ന് ഇൽമുമായി എപ്പോഴും ബന്ധം ഉണ്ടാവണം. ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ തന്നെ ആഖിറത്തിൽ എന്തെല്ലാം ഓഫറാണ്.
ബിഗയത്തുൽ മുസ്തർഷിദീന്റെ ആമുഖത്തിൽ ഒന്ന് നോക്കി നോക്ക്. നമ്മൾ അത്ഭുതപ്പെട്ടു പോവും. ഇൽമിന്റെ മജ്ലിസ് കഴിഞ്ഞിട്ട് പോകുന്ന ആളോട് മലക്കുകൾ വിളിച്ചു പറയുന്ന അനൗൺസ്മെന്റ് തന്നെ ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പോയിക്കോളി, നിങ്ങളെ ദോഷമൊക്കെ പുറത്തിട്ടുണ്ട് എന്ന് പറയും. അള്ളാഹു ഈ മജ്ലിസ് അങ്ങനെ ആക്കി തരുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും. പരലോകത്ത് നരകത്തിലേക്ക് പോകേണ്ട ആൾക്കാരുടെ സ്വഫ് നോക്കിയിട്ട് അള്ളാഹു ചോദിക്കും, ഈ കൂട്ടത്തിൽ ഇൽമിന്റെ മജ്ലിസിൽ ദുനിയാവിൽ ഇരുന്നവരുണ്ടോ? ഉണ്ടോ? എന്നാ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, അവരെ സ്വർഗത്തിലേക്ക് വിടുന്നു. കണ്ടോ? ഭയങ്കര മഹത്വമല്ലേ ഇൽമിന്റെ മജ്ലിസിന്. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇൽമിന്റെ ശകലം കിട്ടണം, ഒരധ്യായം പഠിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം. ഇൽമിന്റെ ഒരു അധ്യായം പഠിക്കുന്നത് 100 റക്അത്തിനേക്കാൾ എനിക്കിഷ്ടമാണെന്നല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചത്? അല്ലേ? പഠിക്കണം. ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നതിന് മുമ്പ് അയാളുടെ തലയിൽ ഒരുപാട് പർവ്വത സമാനമായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇൽമിന്റെ മജ്ലിസ് കഴിഞ്ഞു പോകുമ്പോൾ ഫലാ അലൈഹി ശൈഉം മിനദ് ദുനൂബ്, ഒരു തെറ്റും അയാളുടെ തലയിൽ ഉണ്ടാവില്ല, എല്ലാം പുറത്ത് കിട്ടിയിട്ടുണ്ടാവുന്ന. അത്രയും മഹത്വമുണ്ട് ഇൽമിന്റെ മജ്ലിസ്. അതുകൊണ്ടല്ലേ ഈ ബുദ്ധിരാക്ഷസന്മാരായ ഇമാമമാർ ഇതിന്റെ പിന്നാലെ പോയത്. എത്ര കഷ്ടപ്പെട്ടിട്ട് അവർ കിതാബ് എഴുതിയത്. നിങ്ങൾ നോക്ക്, ഇമാമിങ്ങൾ കിതാബ് എഴുതുമ്പോൾ ഈ പ്രസ്സും ഓഫ്സെറ്റ് സംവിധാനങ്ങളും ഉണ്ടോ? പേന ഉണ്ടോ? ജെല്ല് പേന, ബോൾ പെന്നുണ്ട്? ഏതെങ്കിലും പേന ഉണ്ടോ? മരക്കഷ്ണം ഇങ്ങനെ മിനുക്കിയിട്ട് കലമാക്കിയിട്ട് മഷിക്കുപ്പിയിൽ കുത്തി കുത്തി എഴുതി ഈ കുത്തി എഴുതുമ്പോൾ എത്ര അക്ഷരം ഒരു കുത്തല് വരിക. എന്നിട്ട് 10, 20, 30, 50 വാള്ളിയുള്ള ആയിരക്കണക്കിന് പേജുള്ള കിതാബുകൾ എഴുതിയത് എന്തിനാണ് ആ മഹാന്മാര്? ഇതിനേക്കാൾ അഫ്ളലായ ഒരു കാര്യം ലോകത്തില്ലെന്നവർക്കറിയാം. അതാണ് കാര്യം. അത് കുറച്ച് കിട്ടിയിട്ട് മതിന്ന് വിചാരിക്കരുത്. ബിരുദം എന്നുള്ളത് പഠനം നിർത്താനുള്ള ഒരു അവസാന സ്റ്റോപ്പായിട്ടൊന്നും നമ്മൾ കാണാൻ പാടില്ല. ഞാൻ ബിരുദം എടുത്തല്ലോ അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ബിരുദമൊക്കെ ഇപ്പൊ 6 മാസം കൊണ്ട് 2 മാസം ഓഫ്ലൈൻ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ബിരുദദാന ചടങ്ങിന് മോൻ്റെത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ പോയപ്പോൾ ഉപ്പാക്കും ബിരുദം കിട്ടിയ കാലത്താണ് നമ്മൾ ഇപ്പം ജീവിക്കണത്. അതുകൊണ്ട് അയിമ്മലധികം ഡയലോഗൊന്നും നമ്മൾ എടുക്കാതെ ഉസ്താദുമാരുടെ പൊരുത്തം അത് നമുക്ക് കിട്ടണം. അത് കിട്ടുമ്പോഴൊക്കെ നമ്മൾ പഠനം നിർത്തല്ലല്ലോ വേണ്ടത്. പഠിക്കാനുള്ള പൊരുത്തവും മുത്താല ചെയ്യാനുള്ള പൊരുത്തമല്ലേ സർവ്വ ഉസ്താദുമാരും സനദദാന പ്രഭാഷണങ്ങളിൽ കൊണ്ടുവരുന്നത്. നമ്മൾ നമ്മുടെ അവസാന ശ്വാസം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരാള് ഒരു നബിയെ കണ്ടെന്ന് വിചാരിക്കുക. മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. മുസാഫത്ത് ചെയ്യുമ്പോൾ ആരെങ്കിലും പറയോ മതി നബിയെ, എനിക്ക് മതി, അധികം കൈപിടിക്കാൻ താല്പര്യമില്ല, അങ്ങനെ ആരെങ്കിലും പറയോ? ഇല്ല. പറയോ? ഇല്ലല്ലോ. ആരെങ്കിലും പറയോ? ബുദ്ധി ഉണ്ടെങ്കിൽ. അതല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർമോദബിൽ പറഞ്ഞത്, ഇൽമിന്റെ പാതി വഴിയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബുദ്ധിശൂന്യതയാണ്. ലൈസ ബിആഖിൽ. ചില മുത്തലിമീങ്ങള് ഇടക്ക് ഡയലോഗ് ഇളക്കുന്നതാണ്, ഞാൻ +2 കഴിഞ്ഞിട്ട് ഒഴിവാകും. എന്ത് വർത്താനം മോനെ? അള്ളാഹുവിന്റെ നൂറായ ഇൽമു കുറച്ച് കിട്ടിയിട്ട് മദീന ആരെങ്കിലും പറയോ? എങ്ങനെയാ പഠനം നിർത്തുന്നത്? മഹാന്മാര് പറഞ്ഞത്, അമ്പിയാക്കടെ അനന്തര സ്വത്ത് കുറച്ച് കിട്ടിയിട്ട് മദീന്ന് പറയരുത്. അമ്പിയാക്കടെ അനന്തര സ്വത്ത് കുറച്ച് കിട്ടിയിട്ട് മദീന്ന് തോന്നാൻ പാടില്ല മോനെ. എത്ര കിട്ടിയാലും മതിയാവാൻ പാടില്ല. എത്ര കിട്ടിയാലും. കണ്ടില്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ കിടന്നാൽ വല്ല ഇൽമ ഓർമ്മ വന്ന് എണീക്കും. എന്നിട്ട് ആ ഓർമ്മ വന്ന് ഇൽമ എഴുതി വെക്കും. എന്നിട്ട് പിന്നെ ഉറങ്ങാൻ കിടക്കും. പിന്നെ ഓർമ്മ വന്ന് പിന്നെ എണീക്കും. ഒരു രാത്രി 18 തവണ അല്ലെങ്കിൽ 20 തവണയൊക്കെ ഉറക്കത്ത് നീട്ടും. പിന്നെ എങ്ങനെ ഉറക്കുണ്ടാവുക? തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിൽ ഇമാം നവവി റഹിമഹുല്ലാഹി ഈ ചരിത്രം പറയുന്നുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാമിനെയും മുസ്ലിം ഇമാമിനെയും കേൾക്കാത്ത ആരെങ്കിലും സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാവോ? ആ ഇമാം മുസ്ലിം അന്നൈസാബൂരി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കേട്ടു. അല്ലാഹ്, ആ ഹദീസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ റബ്ബേ. ഫജുമിഅ ലഹു കുതുബുൻ, സാധ്യമായ എല്ലാ കിതാബും ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടു.
ആ കിതാബൊക്കെ അട്ടിക്ക് വെച്ചു. ഇമാം മുസ്ലിം റളിയല്ലാഹു അതാ ഇശാ നിസ്കാരെല്ലാം കഴിഞ്ഞ് ആ കിതാബ് ഇങ്ങനെ മറിച്ച് നോക്കുക. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ട് കൊടുത്തു. ആ ഈത്തപ്പഴം അവിടെ വെച്ചു. ഈത്തപ്പഴം തിന്നുന്നു, ഇതിങ്ങനെ നോക്കുകയാണ്. സുബിഹി വരെ കിതാബ് നോക്കി 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 ലാസ്റ്റ് ഘട്ടത്തിലെ ഹദീസ് കിട്ടുന്നത്. അപ്പൊ അറിയാതെ ഈ ഈത്തപ്പഴം ഇങ്ങനെ തിന്നു പോകുന്നുണ്ട്. ഈ ഈത്തപ്പഴം അധികം തിന്നതിന്റെ പേരിൽ ഓർക്ക് രോഗം പിടിച്ചു, ഓർ വഫാത്തായി. അങ്ങനെ ആ മഹാൻ വഫാത്തായത്. മുത്തഅല്ലിമീങ്ങളായ കൂട്ടുകാരെ, ഏതെങ്കിലും ഒരു ഹദീസ് വായിക്കുമ്പോൾ മുത്തഫഖുൻ അലൈഹി എന്നതിൻ്റെ പാതിയും റവാഹു മുസ്ലിം എന്ന് പറയുന്നതിൻ്റെ ഫുള്ളും ആരാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സുയാനത്ത് സ്വഹീഹ് മുസ്ലിം എന്ന ഇബ്നു സ്വലാഹ് തങ്ങളുടെ കിതാബിൽ ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഇമാമിങ്ങളുടെ ത്യാഗത്തെക്കുറിച്ചൊന്ന് ആലോചിക്കണം. വിളക്ക് കത്തിച്ചിട്ട് ഇൽമിങ്ങനെ പഠിച്ച് വിളക്ക് കത്തിച്ച് ഈ വിളക്ക് തലീക്കെട്ടിന് പിന്നെ പറ്റിപ്പിടിച്ചതൊന്നും ഇവർക്ക് മനസ്സിലാണില്ല. ഇൽമിൻ്റെ രസത്തിൽ ഈ തലീക്കെട്ട് കത്തിയതിന് ശേഷമാണ് തലയിൽ ചെറുതായി പൊള്ളലേറ്റപ്പോഴാണ് അവർക്ക് മനസ്സിലാണത്. ആ ഇമാമിൻ്റെ 13 or 14 തലീക്കെട്ട് അങ്ങനെ കത്തിപ്പോയിട്ടുണ്ട് എന്ന് സഫഹാത്തും മിൻ സബരിൽ ഉലമായിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇൽമ് എന്ന് പറഞ്ഞ ഒരു രസാക്കി മാറ്റണം. അതിന് മക്കൾ ആ വഴിയിലേക്ക് പഠിക്കാൻ വിടണം. എല്ലാ മാത്തോട്ടിക്കും കല്യാണത്തിനും മൂത്തമ്മാൻ്റെ ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ഇളയമാരെ മൂത്തന്മാരെ ചരട് കെട്ടലിൻ്റെ മുറുക്കലിന് മിസ്കോൾ അടിച്ചാൽ ഓൻ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ മുറുകിയിട്ട് വരും. ഇനി അവിടെ വെക്കൂല. ഇൽമൊരു രസാക്കി മാറ്റണം കുട്ടികൾക്ക്. അങ്ങനെയാണെങ്കിലാണ് നമ്മളെ മക്കളെ പഠിക്കാനാക്കേണ്ടത്. 50-50 ആക്കിയിട്ട് മക്കളെ പഠിക്കാനാക്കരുത്. അവരങ്ങോട്ട് ആഖിറത്തിലേക്ക് അങ്ങ് വിടണം. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ ഉമ്മ വിട്ടുകൊണ്ട് ഉമ്മ ആസ്വദിക്കുന്ന ലോകത്തെക്കുറിച്ചൊന്ന് മനനം ചെയ്ത് നോക്കി. അല്ലെങ്കിൽ നമ്മളെ മക്കൾ 4 ദിർഹമും 2 ദീനാറും കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്തിപ്പോ കാര്യോ? എന്താ കാര്യം? കൂടെ പോയാൽ 2 നട്സും 3 പാൽപ്പൊടിയല്ലേ കൊണ്ടുവരുള്ളൂ. വേറെന്താ കിട്ടേണ്ടത്? നമ്മളെ മക്കളെ കൊണ്ട് സ്വർഗ്ഗല്ലേ ഉമ്മമാരെ നമുക്ക് കിട്ടേണ്ടത്. ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന ത്വലഖുദ്ദുനിയ വഖാഫുൽ ഫീതന. ബുദ്ധിയുള്ള ആൾക്കാരാര്? ഇവിടെ ഉള്ള ഒരു ഹാജിയാർ, ഒളവണ്ണയിലുള്ള ഒരു ഹാജിയാർ ഇങ്ങനെ മരണത്തിന്റെ 1 മാസം മുന്നേ വസിയത്ത് ചെയ്തു, എൻ്റെ സ്വത്ത് മുഴുവനും ഈ നാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർക്ക് കൊടുത്തേരുന്നു. ഈ വസിയത്ത് ആർക്ക് കൊടുത്താലേ പൂർത്തിയാവുക? ഐൻസ്റ്റീനോ, അല്ല തോമസ് ആൽവ എഡിസണോ, അല്ല വേർഡ്സ് വർത്തിനോ, മാത്യു അർണോൾഡിനോ? ആർക്ക് കൊടുത്താലേ പൂർത്തിയാവുക? ഈ നാട്ടിൽ ദുനിയാവിനോട് താല്പര്യമില്ലാതെ സാഹിദായി ജീവിക്കുന്ന ആരാണോ ഉള്ളത് അവർക്കാണത് കൊടുക്കേണ്ടത്. കാരണം ദുനിയാവിനോട് താല്പര്യം മനസ്സെന്ന് ഒഴിവാക്കുക എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അക്കൗണ്ട് ബാലൻസ് നോക്കിയിട്ട് അല്ലതി ജമാമാലം റേറ്റ് കൂടുന്നുണ്ട്, അടുത്ത് തന്നെ വെക്ക സ്ഥലോ അലുവക്കഷ്ണം പോലത്തെ സ്ഥലമുണ്ട്. അങ്ങനല്ല. നിങ്ങൾ കോഴിക്കോട് ടൗണിൽ 1 ഏക്കർ ഭൂമി വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് എന്ന് കേട്ടാൽ നമ്മളെ നാട്ടിലെ 2 പ്രമാണിമാർ ഉടനെ ഫോൺ വിളിച്ചിട്ട് പിന്നെ കുവൈത്തിലോ UAE-ലുള്ള ജ്യേഷ്ഠനോട് സെറ്റ് ചെയ്യും. എൻ്റെ അടുത്ത് 2 CR ഉണ്ട്, 2 കോടി ഉണ്ട്, എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ രാത്രിക്ക് കച്ചവടം നടക്കണം. അവരെന്തോ ബിസിനസ് പൊട്ടിയിട്ട് 4 കോടിക്ക് 1 ഏക്കർ. അയാൾക്ക് എന്നെ അവിശ്വസനീയം. അത് നീ സെറ്റാക്കുന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയത്ത് ആ രാത്രി സുൽത്താനുൽ മുസ്താദ് അങ്ങനെ ഒരു സ്ഥലം വിൽപ്പന ഉണ്ട് എന്ന് കേട്ടാൽ ഉസ്താദ് എന്താ വിചാരിക്കല്? ആ ഭാഗത്ത് വരുന്ന മോമിനിയങ്ങൾക്കൊന്ന് നിസ്കരിക്കാൻ ഒരു നല്ല പള്ളി ഉണ്ടാവണല്ല റബ്ബേ, എന്താ ഇപ്പോൾ ചെയ്യാൻ? അതിനാ നമ്മളെ നാട്ടിൽ ഉസ്താദ് ഇങ്ങനെ വന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാ ബിദഅത്തുകാരുടെയും ട്രോളുകൾ അനുഭവിച്ചത് ഈ കാലം എത്രയും ആ പുരുഷായുസ് മുഴുവനും. കാരണം അവർ സ്വർഗം സ്വപ്നം കണ്ടു, നമ്മൾ ദുനിയാവിലെ അലുവക്കഷ്ണം പോലത്തെ സ്ഥലം സ്വപ്നം കണ്ടു. അതാ നമ്മൾ ഓറും തമ്മിലുള്ള വ്യത്യാസം. ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന ത്വലഖുദ്ദുനിയ വഖാഫുൽ ഫീതന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ പരമ്പര പറയുന്ന 2 സൂറത്ത് വല്ലുഹയും അലം നശ്റഹും. എന്തെല്ലാം അനുഗ്രഹ നബിയെ ചെയ്തു തന്നത് എന്നുള്ള ഒരു ആംഗിളിലാണ് ആ സംസാരം മുഴുവനും. അള്ളാഹുവിൻ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കണം. അതിൽ അലം നശ്റഹ് തുടങ്ങുന്നതിന് എങ്ങനെയാണെന്നറിയാം. അലം നശ്റഹ് ലക സദറക്, ദുനിയാവിനെ ഒരു വിലയും ഇല്ലാത്തതാക്കി തങ്ങളുടെ ഹൃദയം ഞാൻ വിശാലമാക്കി തന്നില്ല നബിയേ.
അങ്ങനെ ആ ആയത്തിന്റെ ഒരർത്ഥം തന്നെ. തങ്ങൾക്ക് മനസ്സിൽ ദുനിയാവിനോട് ഒരു വില പോലും ഇല്ലല്ലോ. അടക്കമുള്ള 5 പർവ്വതങ്ങൾ വന്ന് വയറ്റിന് കല്ല് വെട്ടിയ കാലത്ത് തങ്ങൾ കല്ല് കെട്ടിയ കാലത്തും തങ്ങളോട് ചോദിച്ചില്ലേ സ്വർണ്ണാവട്ടെ സ്വർണ്ണാവട്ടെ. അപ്പൊ തങ്ങൾ എന്താ പറഞ്ഞേ? ഫറാഹ. നീയല്ലേ ചോദിച്ചു വന്നത്? സ്വർണം സ്വർണം ഓടാർന്ന്. ആരെ പറ്റിക്കാൻ നോക്കണത്? അലം നശ്റഹ് ലക സദ്റക്. അങ്ങനെ ഞാനല്ലേ തങ്ങളെ ആക്കി തന്നത് നബിയേ. ആ തങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അലാമത്തുകൾ ഒരുപാടുണ്ടാവും. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം സ്വലാത്തല്ലേ, റൗള സിയാറത്ത് ചെയ്യൽ, ഖുർആൻ ഓതൽ, അവിടുത്തെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരൽ, സുന്നത്തെടുക്കൽ. ഇങ്ങനെ അടയാളങ്ങൾ മുഴുവനും പറഞ്ഞു അവസാനം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാ, ഏത് അടയാളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും വലിയ അടയാളം എന്താ വേണ്ടെന്ന് അറിയാ? ദുനിയാവിനോട് താല്പര്യം ഇല്ലാതിരിക്കൽ. അതാ വേണ്ടത്. ദുനിയാവിനോട് താല്പര്യമില്ലാതിരിക്കൽ, അതാ ഏറ്റവും വലിയ മഹബത്തിന്റെ അടയാളം.